മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് കോട്ടയിൽ സ്ഥാപിച്ച ഛത്രപതി ശിവാജിയുടെ പ്രതിമ തകർന്നു വീണു. കഴിഞ്ഞ ഡിസംബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പ്രതിമയാണ് തകർന്നത്. പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ കാറ്റും കനത്ത മഴയും പെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രതിമ തകർന്നത്. തിങ്കളാഴ്ചയാണ് പ്രതിമ തകർന്നു വീണത്. 8 മാസം മുൻപ് സ്ഥാപിച്ച പ്രതിമ തകർന്നതിൽ കാലാവസ്ഥയെ ഭരണപക്ഷം പഴിക്കുമ്പോൾ സംഭവം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. അഴിമതിയുടെ കാര്യത്തിൽ മറാഠ രാജാവ് ശിവാജിയെപ്പോലും BJP സർക്കാർ വെറുതെ വിടുന്നില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പ്രതിമ പുനർനിർമ്മിക്കുമെന്നാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ വിശദമാക്കുന്നത്. നാവികസേന രൂപകൽപ്പന ചെയ്ത പ്രതിമയാണ് തകർന്നു വീണത്. മണിക്കൂറിൽ 45 കിലോമീറ്റർ ശക്തിയിൽ കാറ്റ് വീശിയതാണ് പ്രതിമ തകരാൻ കാരണമായത് എന്ന് ഏക്നാഥ് ഷിൻഡെ വിശദമാക്കി. പ്രതിമ തകർന്നത് ദൗർഭാഗ്യകരമാണ് എന്നും ഏക്നാഥ് ഷിൻഡെ വിശദമാക്കുന്നു. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ ചൊവ്വാഴ്ച സ്ഥലം സന്ദർശിക്കുമെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പ്രതികരിച്ചു. 2.36 കോടി രൂപ ചിലവിലാണ് 8 മാസങ്ങൾക്ക് മുൻപ് പ്രതിമ സിന്ധുദുർഗിൽ സ്ഥാപിച്ചത്. പ്രതിമ തകരാനുണ്ടായ കാരണത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നാണ് നാവികസേന വിഷയത്തിൽ പ്രതികരിക്കുന്നത്. ദൗർഭാഗ്യകരമായ സംഭവത്തെക്കുറിച്ച് പഠിക്കാൻ സംഘത്തെ നിയോഗിച്ചതായും നാവികസേന ഇതിനോടകം പ്രതികരിച്ചിട്ടുണ്ട്. 35 അടി ഉയരമുള്ള പ്രതിമ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 1 മണിയോടെയാണ് തകർന്നു വീണത്. മുംബൈയിൽ നിന്ന് 480 കിലോമീറ്റർ അകലെ കൊങ്കൺ മേഖലയിലുള്ള സിന്ധുദുർഗ് ജില്ലയിലെ മാൽവാനിലെ രാജ്കോട്ട് കോട്ടയിലായിരുന്നു ഈ പ്രതിമയുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം നാവികസേനാ ദിനത്തിലാണ് പ്രധാനമന്ത്രി പ്രതിമ അനാച്ഛാദനം ചെയ്തത്. രൂക്ഷമായ ആരോപണമാണ് സംഭവത്തിൽ പ്രതിപക്ഷം BJPക്കെതിരെ ഉയർത്തുന്നത്. ടെൻഡറുകൾ നൽകി കമ്മീഷൻ വാങ്ങുക മാത്രമാണ് BJP ചെയ്യുന്നത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം വേണമെന്നാണ് ലോക്സഭ MP സുപ്രിയ സുലെ പ്രതികരിച്ചത്. നിർമ്മാണത്തിലെ ഗുണനിലവാരക്കുറവാണ് സംഭവത്തിലൂടെ പുറത്തു വന്നത് എന്നും സുപ്രിയ സുലെ വിശദമാക്കി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമിട്ടുള്ളതായിരുന്നു നിർമ്മിതിയെന്നാണ് ശിവസേന നേതാവ് ആദിത്യ താക്കറെ ആരോപിച്ചത്. സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഷിൻഡെ സർക്കാരിനാണെന്നും ആദിത്യ താക്കറെ ആരോപിച്ചു. കരാറുകാരൻ ജയ്ദീപ് ആപ്തേക്കും സ്ട്രക്ചറൽ കൺസൾട്ടന്റ് ചേതൻ പാട്ടീലിനും എതിരെ ഭാരതീയ ന്യായ സംഹിതയുടെ നിരവധി വകുപ്പുകൾ പ്രകാരം FIR ഫയൽ ചെയ്തിട്ടുണ്ട്. ഗൂഢാലോചന, വഞ്ചന, പൊതുസുരക്ഷ അപകടപ്പെടുത്തൽ തുടങ്ങി കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. പ്രതിമയുടെ നിർമ്മാണം ഗുണനിലവാരമില്ലാത്തതാണെന്നും ഘടനയിൽ ഉപയോഗിച്ച നട്ടുകളും ബോൾട്ടുകളും തുരുമ്പെടുത്തതായും കാണിച്ച് പൊതുമരാമത്ത് വകുപ്പിന്റെ പരാതിയെ തുടർന്നാണ് FIR. പ്രതിമയുടെ ശോച്യാവസ്ഥയെക്കുറിച്ച് പ്രദേശവാസികളും വിനോദസഞ്ചാരികളും മുൻപ് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഓഗസ്റ്റ് 20-ന് പൊതുമരാമത്ത് വകുപ്പിലെ മാൽവൻ ഡിവിഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ മുന്നറിയിപ്പ് ഉൾപ്പെടെയുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടും ഒരു പ്രതിരോധ നടപടിയും ഉണ്ടായില്ല. തുരുമ്പെടുക്കുന്ന നട്ടുകളും ബോൾട്ടുകളും പ്രതിമയുടെ സ്ഥിരതയ്ക്ക് അപകടമുണ്ടാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് പറഞ്ഞു. എന്നിട്ടും മുന്നറിയിപ്പ് അവഗണിച്ചു. പ്രതിമയുടെ നിർമ്മാണത്തിനുപയോഗിച്ച സ്റ്റീല് തുരുമ്പെടുക്കാൻ തുടങ്ങിയിരുന്നു. പ്രതിമയിൽ തുരുമ്പ് പിടിക്കുന്നതിനെക്കുറിച്ച് അറിയിച്ച് PWD നേവി ഉദ്യോഗസ്ഥർക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും ഉചിതമായ നടപടികൾ സ്വീകരിക്കാൻ അവരോട് അഭ്യർത്ഥിച്ചുവെന്നും സിന്ധുദുർഗ് ഗാർഡിയൻ മന്ത്രി രവീന്ദ്ര ചവാൻ പറഞ്ഞു. പ്രതിമാ നിർമ്മാണത്തിൽ വൈദഗ്ധ്യമില്ലാത്ത ഇന്ത്യൻ നാവികസേനയെ പ്രതിമയും പീഠവും സ്ഥാപിക്കാൻ ചുമതലപ്പെടുത്തിയതോടെ സെപ്റ്റംബർ 8-നാണ് പ്രതിമയുടെ പണി തുടങ്ങിയത്. ഡിസംബർ 4-ന് നാവികസേനാ ദിനത്തിൽ രാജ്കോട്ട് കോട്ടയിൽ പ്രധാനമന്ത്രി മോദിയുടെ അധ്യക്ഷതയിൽ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.